ശരി, പി.കെ. നവാസ്, അതിലൊരു വെല്ലുവിളിയുടെ സ്വഭാവമുണ്ട്. നാളെ മുതൽ നിങ്ങളുടെ പ്രതിഷേധം വേറൊരു രൂപത്തിലേക്ക്. കഴിഞ്ഞ ദിവസവും തെരുവിൽ പ്രതിഷേധമായിരുന്നു. ഇന്നിപ്പോൾ ഞായറാഴ്ച നിങ്ങൾ അതിനൊരു അവധി കൊടുത്തതാണോ എന്നറിയില്ല. ഞായറാഴ്ച വേണ്ട, ഇനി തിങ്കളാഴ്ച മുതൽ മതി എന്ന ആലോചനയ്ക്ക് പോയതാണോ എന്നറിയില്ല. നാളെ മുതൽ തെരുവിൽ പ്രതിഷേധമുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ആ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കും എന്നാണ് ഡിവൈഎഫ്ഐയും ഇപ്പോൾ ഡിവൈഎഫ്ഐയും അതോടൊപ്പം തന്നെ CITയും പറയുന്നത്. അപ്പോൾ ആ പ്രതിരോധത്തിന്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് തെരുവിൽ കാണാം എന്ന് തന്നെയാണ് പറയുന്നത്. പോലീസ് ഇല്ലാതെയും മന്ത്രിമാർക്ക് പരിപാടികളിൽ പങ്കെടുക്കാവുന്ന രീതിയിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള പോക്ക് എന്നാണ്. ഇതിൽ പ്രതിപക്ഷത്തിന് പറയാനുള്ളത് എന്താണ്? അല്ല, പരമപുച്ഛത്തോടെയും പരമ കഷ്ടത്തോടു കൂടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കേൾക്കുന്നത്. കേരളം പോലത്തെ ഒരു സമൂഹത്തിനകത്ത് സ്വാഭാവികമായി മന്ത്രിമാർക്ക് നേരെ കരിങ്കൊടി കാണിക്കുക, അവരെ വഴി തടയുക, അവർക്കെതിരെ സമരം ഉണ്ടാവുക, ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ. ഞങ്ങൾ പിന്നെ പ്രതിപക്ഷം എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ കൈകെട്ടി മൂടി കെട്ടി മിണ്ടാതിരിക്കണം? നോക്കൂ, നിങ്ങളെ ഓർക്കണം, കേരളത്തിലൊരു മുഖ്യമന്ത്രിയുടെ തലയെറിഞ്ഞ് നെറ്റി പൊട്ടിച്ച ഒരു കൂട്ടരാണ് ഇവിടെ വന്നിരുന്നിട്ട് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും മറ്റു മന്ത്രിമാർക്കൊക്കെ സ്വൈരസഞ്ചാരം നടത്താൻ സാഹചര്യമൊരുക്കാൻ പാർട്ടി നേതൃത്വം ഏറ്റെടുക്കുമെന്ന് പറയുന്നത്. ഇത് കേരളം കേൾക്കുന്നുണ്ട്. എനിക്ക് CPIMൻ്റെ പ്രതിനിധി ശ്രീ അരുൺകുമാറിൻ്റെ ആ വാക്കുകൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കേട്ടത്. കാരണം മലയാളി ഇത് കേൾക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലം CPM ഭരണത്തുടർച്ചയിൽ അഹങ്കാരത്തിൽ ഭരിക്കുന്ന പിണറായി വിജയൻ്റെ കീഴിൽ ഓരോ CPM പ്രവർത്തകരും എത്രമേൽ അഹങ്കാരത്തിൻ്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്ന് മലയാളി സമൂഹം കേൾക്കേണ്ടതുണ്ട്. ആ സമൂഹം അത് കേൾക്കുകയും അത് വിലയിരുത്തുകയും ചെയ്യപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുച്ഛത്തോടു കൂടി ആ വാചകത്തെ ഞാൻ തള്ളിക്കളയുകയാണ്. സ്മൃതി, ഇവിടെ ഇപ്പോൾ വലിയ പ്രശ്നം ആരോഗ്യ മേഖലയിലെ കെടുകാര്യസ്ഥവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രശ്നങ്ങൾ, ഞങ്ങൾ നടത്തുന്ന സമരങ്ങൾ, ഇതൊക്കെയാണല്ലോ CPMനെയും DYFഐയും അതുപോലെ CITയും ഒക്കെ അസ്വസ്ഥപ്പെടുത്തുന്നത്. ഇവർ പറയുന്നത് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകും, ഒറ്റപ്പെട്ട പ്രശ്നങ്ങളാണ്, ഞങ്ങൾ പരിഹരിച്ച് വരികയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ സ്മൃതി ചോദിക്കട്ടെ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് എന്നാണ് മന്ത്രി പറഞ്ഞത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ആരോഗ്യമന്ത്രി സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണെന്നാണ്. ഈ സിസ്റ്റത്തിന് കുഴപ്പമുണ്ടായാൽ അത് ശരിയാക്കേണ്ടത് ആരാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. മന്ത്രി തന്നെ വന്നിട്ട് പറയുകയാണ് ഇതൊരു സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. നോക്കൂ, നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു തീപിടുത്തം ഉണ്ടായി. ആ തീപിടുത്തം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ 5 പേർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. 4 പേർ അവിടെ വെച്ച് മരണപ്പെട്ടു, ഒരാൾ പിന്നീട് മരണപ്പെട്ടു. ഈ തീപിടുത്തത്തിൽ മരണപ്പെടുന്ന സമയത്ത് മന്ത്രി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? തീപിടുത്തത്തിൻ്റെ പേരിലല്ല, അവർ മരണാസന്നയിൽ കിടക്കുകയായിരുന്നു, അതുകൊണ്ട് അവർ മരണപ്പെട്ടു പോയി എന്നാണ്. ഞങ്ങൾ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എമർജൻസി എക്സിറ്റുകൾ അടച്ചുപൂട്ടിയ മെഡിക്കൽ കോളേജ് ആരാണ് അതിന് ഉത്തരവാദി? ആരാണ് അതിൻ്റെ സിസ്റ്റം? ഈ എമർജൻസി ഡോറുകൾ തുറക്കാനും അത് പരിശോധിക്കുകയും ചെയ്യേണ്ട സിസ്റ്റം ആരാണ്? ശ്രീ അരുൺകുമാർ, നിങ്ങളുടെ ഗവൺമെൻറ്റാണ്. സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ വന്നു കയറുന്ന ഈ മെഡിക്കൽ കോളേജിലെ ഈ സൗകര്യങ്ങൾ അടച്ചുപൂട്ടുമ്പോൾ അതിൻ്റെ തിക്താനുഭവം ഉണ്ടാകുന്ന സാധാരണക്കാരനാണ്. നിങ്ങളല്ലേ അതിന് ഉത്തരവാദിത്തി? ഭരിക്കുന്നവരല്ലേ അത് കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടവർ? നോക്കൂ, നിങ്ങൾ മാത്രമാണോ? ഫയർ ആൻഡ് റെസ്ക്യൂയുടെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല, മാധ്യമങ്ങൾ മൊത്തം വാർത്ത പുറത്തുവിട്ടല്ലോ. ആരാണ് സിസ്റ്റം? ഈ സിസ്റ്റം ശരിയാക്കേണ്ടത് ആരാണ് സാർ? അത് നിങ്ങളായിരുന്നു. ഇവിടുത്തെ ഭരണകൂടമാണ്, മന്ത്രിയാണ്. എന്നൊരു മന്ത്രി തന്നെ വന്നിട്ട് പറയാണ് സിസ്റ്റത്തിന്റെ കാലാകാലങ്ങളിലെ സർക്കാരുകൾ തുടർന്നു വരുന്ന അല്ലെങ്കിൽ സർക്കാരുകൾ മുഖം തിരിച്ച സിസ്റ്റം, ആ സിസ്റ്റം അതങ്ങനെ തുടരുകയാണ്. ഞങ്ങളുടെ കാലത്തും അങ്ങനെ തന്നെ. എന്നാൽ നിങ്ങളുടെ കാലത്തെ കണക്ക് നോക്കൂ, ഞങ്ങൾ എത്ര മെച്ചമാണ് എന്നവർ കണക്ക് ചൂണ്ടിക്കാട്ടി നിങ്ങളെ വിമർശിക്കുന്നു. അല്ല സ്മൃതി, കണക്കുകൾ ചൂണ്ടിക്കാട്ടിയുള്ള ചർച്ചയിലേക്കാണ് അതിലേക്ക് വരാം. ഞാൻ അതിനു മുമ്പ് ചോദിക്കുന്നത്, ഈ 5 പേർ മരിക്കാൻ കാരണമായിട്ടുള്ള ഈ മെഡിക്കൽ കോളേജിലെ റിപ്പോർട്ട് എന്തുകൊണ്ട് തീപിടുത്തം ഉണ്ടായി? ഇതുവരെ റിപ്പോർട്ട് വരാത്തതിന് 10 വർഷം മുമ്പ് ഭരിച്ച ഞങ്ങൾ ഏൽക്കണം ഉത്തരവാദിത്വം? സ്മൃതി പറ. ഒരു ദുരന്തം കഴിഞ്ഞിട്ട് ഏകദേശം 3-4 മാസമല്ലേ കഴിഞ്ഞുള്ളൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 5 പേർ മരിച്ചല്ലോ. മരണകാരണം അതല്ല എന്ന് മന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞു. ശരി, അത് വാദത്തിലാണ് നിൽക്കട്ടെ. എന്തുകൊണ്ട് തീപിടുത്തം ഉണ്ടായി? അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്തം 10 വർഷം മുമ്പുള്ള ഞങ്ങൾ ഏറ്റെടുക്കണോ? പോട്ടെ, ബിന്ദുവിൻ്റെ മരണം ഉണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജ്. ആദ്യം വന്നിട്ട് മന്ത്രി പറഞ്ഞ എന്താണ്? അവിടെ ആരും കുടുങ്ങിയിട്ടില്ല. പോട്ടെ, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നിട്ട് രണ്ടാമത്തെ പത്രസമ്മേളനത്തിൽ 2.5 മണിക്കൂർ കഴിഞ്ഞ് ഒരാൾ മരണപ്പെട്ടു എന്ന് ബോധ്യം ഉണ്ടായിട്ട് മന്ത്രി നടത്തുന്നൊരു പത്രസമ്മേളനമുണ്ട്. മലയാളിയുടെ മരവിക്കാത്ത മനസ്സുകൾ വേദനയോട് കൂടി നോക്കി കാണുന്ന പത്രസമ്മേളനമല്ലേ? സർക്കാരിൻ്റെ വകുപ്പിൻ്റെ മേന്മകൾ കണക്ക് സഹിതം വന്ന് വിളമ്പുന്ന ഒരു മന്ത്രി. ഈ മന്ത്രി എന്താ ചെയ്യുന്നത്? സ്വന്തം ഒരു ഇമേജിൽ മാത്രം അഭിനമിക്കുകയും അത് തകർന്നു പോകുമോ എന്ന ഭയത്തിൽ മാത്രം ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടവും ഒരു മന്ത്രിയും അല്ലേ ഈ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? അത് ഓരോ ഘട്ടത്തിലുണ്ടായില്ലേ? കോവിഡ് ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച്, ചാനലുകാരൊക്കെ നമ്മൾ ഒരുമിച്ചാണ് കോവിഡ് ഘട്ടത്തിൽ ഈ സമരങ്ങൾക്ക്, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്ക്, മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരുമിച്ച് നേതൃത്വം കൊടുത്തത്. എന്നാൽ പിന്നീട് വന്നില്ല, ഡാറ്റകൾ സപ്രസ് ചെയ്യപ്പെട്ടതാണ്. മരണനിരക്കുകളുടെ കണക്ക് വന്നപ്പോൾ കേരളം കുത്തനെ മുകളിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഉണ്ടായി. അപ്പോൾ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് വ്യാജ വാർത്തകൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ PR എക്സസൈസ് നടത്തുകയും യഥാർത്ഥത്തിൽ
പ്രശ്നം പരിഹരിക്കാതിരിക്കുകയും ചെയ്യുന്നു. നോക്കൂ, ഞാൻ സ്മൃതി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഡോക്ടർ ഹാരിസിന്റെ പ്രസ്താവന വന്നു. ശ്രീ അരുൺകുമാറുടെ ചർച്ചയിൽ നമ്മൾ തന്നെ ഇരുന്നല്ലോ. അന്ന് അരുൺകുമാർ പറഞ്ഞു ഡോക്ടർ ഹാരിസ് മാന്യനാണ്, ഡോക്ടർ ഹാരിസ് വളരെ നല്ല മനുഷ്യനാണ്, അയാൾ നല്ല മനുഷ്യസ്നേഹിയാണ്, നല്ല ഡോക്ടറാണ്, അദ്ദേഹം വലിയ രൂപത്തിലേക്ക് പ്രവർത്തനം നടത്തുന്ന ആളാണ്. പിറ്റേ ദിവസം പിണറായി വിജയൻ വന്നിട്ട് ഡോക്ടർ ഹാരിസിനെ തള്ളിയപ്പോൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷ് എന്ന് പറഞ്ഞു വളരെ മോശമാണ്, അയാളെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. ഇത്രയുള്ള ഒരു ശരാശരി സി പി എമ്മുകാരൻ തനിക്ക് ബോധ്യമുള്ള വസ്തുത പോലും മലയാളിയോട് പറയാൻ കഴിയാതെ ഒരു ഭരണത്തിൽ വീർപ്പ് കൂട്ടി നിൽക്കുന്നവരാണ് അരുൺകുമാർ പോലും. അതേ അരുൺകുമാറിന്റെ 4 ദിവസം മുമ്പത്തെ ചർച്ചയും ഇന്ന് നടത്തുന്ന ചർച്ചയും നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഈ ഹാരിസിന് തെറ്റുപറ്റിയിട്ടില്ല, അദ്ദേഹം ശരിയായ ദിശയിലാണ് എന്ന് ഈ അരുൺകുമാർ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാനുണ്ട് ഇപ്പുറത്ത്. എന്നാൽ മുഖ്യമന്ത്രി വന്നിട്ട് ഹാരിസിനെ തള്ളിപ്പറയുമ്പോൾ തള്ളിപ്പറയേണ്ടി വരുന്ന ഗതികേടിന്റെ കേവലമായിട്ടുള്ള നറേഷനുകൾ സൃഷ്ടിക്കപ്പെടേണ്ട ആളുകളെ ഇവർ മാറുകയാണ്. മനുഷ്യഹൃദയങ്ങളല്ല ഇവർ വായിച്ചത്, മനുഷ്യന്റെ വേദനകളെ അല്ല ഇവർ പറയുന്നത്. നോക്കൂ, നിങ്ങൾ 28-ാം തീയതി മന്ത്രി ഈ ഹാരിസിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഒരു ഓപ്പറേഷന്റെ പ്രശ്നമേ ഉള്ളൂ. 29-ാം തീയതി പറഞ്ഞു സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. ഒരു രാത്രി കൊണ്ട് ഹൈദരാബാദിൽ നിന്ന് മുഴുവൻ എക്യുപ്മെന്റ്സും ആശുപത്രിയിൽ എത്തിയല്ലോ, അവിടെ ഓപ്പറേഷൻ നടന്നല്ലോ. അപ്പോൾ സ്മൃതി, ഞാൻ ചോദിക്കുന്നത് ഏത് സിസ്റ്റം? ആ ഒരു രാത്രിയുടെ വ്യത്യാസത്തിൽ ഈ പറയുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ എത്താൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ച സിസ്റ്റം ആരുടേതാണ്? 10 വർഷം മുമ്പുള്ള UDF സിസ്റ്റമാണോ? അപ്പോൾ ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിന്റെ ആരോഗ്യ മേഖല പ്രത്യേക സ്ഥിതി. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഒരു ഡോക്ടർക്ക് 2200 രോഗികളെ പരിശോധിക്കേണ്ട അത്യപൂർവമായ ഒരു സാഹചര്യത്തോടെ കേരളം കടന്നു പോകുന്നുണ്ട്. ഡോക്ടർമാരെ നിയമിക്കണം. 10 കൊല്ലം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, നിങ്ങളും തെരുവിലാണ്, നിങ്ങളും സമരത്തിലാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.